കേരളത്തിന് പതിവില്ലാത്ത കളമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥിയെ പാർട്ടികൾ പ്രഖ്യാപിക്കും മുൻപ് സ്വന്തമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിറങ്ങുകയാണ് നേതാക്കളും ഒപ്പം അനുയായികളും. ഇടതു മുന്നണിയുടെ തേരാളി ആരെന്ന് AK ബാലന് സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം വരവിനെ ഇവരാര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല. ഇടതു മുന്നണിയെ നയിക്കുന്നത് പിണറായി ആയിരിക്കുമെന്ന് ഗോവിന്ദമാഷ് പ്രഖ്യാപിച്ചതാണ്. പിന്നെ മുഖ്യമന്ത്രി ആരാകണം എന്താകണം എന്നുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വടംവലിയിൽ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിലേക്കും തകർച്ചയിലേക്കും പോവുകയാണിപ്പോൾ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവോ ഞാനില്ല എന്ന് രമേശ് ചെന്നിത്തലയോ പ്രഖ്യാപിക്കട്ടെ. ഈ കലക്കി മീൻ പിടിക്കുന്നൊരു ഏർപ്പാടുണ്ട്, അതിലേക്കാണ് ഇപ്പം വേണുഗോപാൽ. ഈ രണ്ടെണ്ണത്തിനെയും തമ്മിലടിപ്പിക്കൂ. ചെറിയൊരു തിരുത്തുണ്ട്. ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്നാണ് KK ശൈലജ നയം വ്യക്തമാക്കുന്നത്. ഈ ഭരണവും നേതൃത്വവും തുടരണം എന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്താലോ. ബാക്കിയല്ല എന്നെ മാത്രമായിരിക്കും ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് അങ്ങനെ തീരുമാനിക്കാറില്ല. അതെല്ലാം മറ്റു ചില പാർട്ടികളിൽ കാണാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ നേരത്തെ ഇന്നയാളാണ് സ്ഥാനാർത്ഥി എന്നൊന്നും പറയാറില്ല. ഇപ്പോൾ അങ്ങനെ ടേം വ്യവസ്ഥയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കുറിച്ചോ ഒന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതധികം വൈകാതെ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. കോൺഗ്രസിൽ നയിക്കാൻ വിരലിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത നേതാക്കളുടെ പട തന്നെയുണ്ട്. ആര് ഡ്രൈവിംഗ് സീറ്റിലെന്ന് മാത്രം സസ്പെൻസാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പതിവ് നയം മാറ്റി പേരാവൂരിൽ അംഗത്തിനിറങ്ങുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന വലിയ പദവി, തിരഞ്ഞെടുപ്പിന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ട് ഒരു വട്ടം കൂടി പേരാവൂരിൽ മത്സരിക്കാൻ സണ്ണി ജോസഫ് ഇറങ്ങുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന UDFന് ജയിച്ചേ പറ്റൂ. അമൽ പറഞ്ഞതാണ് കാര്യമെങ്കിലും UDFിൻ്റെ കുത്തക മണ്ഡലമൊന്നുമല്ല പേരാവൂർ. നേരത്തെ KK ശൈലജയെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വിജയിപ്പിച്ചിട്ടുണ്ട്. അതായത് LDFനെയും UDFനെയും പിന്തുണച്ച പാരമ്പര്യമാണ് പേരാവൂർ മണ്ഡലത്തിനുള്ളത്. ആ കണക്കിനും അപ്പുറത്തേക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടാക്കിയ വലിയ നേട്ടം, മണ്ഡലത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ള വ്യക്തമായ സ്വാധീനം, MLA എന്നുള്ള നിലയിൽ മണ്ഡലത്തിലെ സ്വീകാര്യത. പക്ഷേ പേരാവൂർ മണ്ഡലത്തിൽ LDFനും കണ്ണുണ്ട്. പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് പേരാവൂർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല KK ശൈലജ വന്നാൽ മത്സരം തീപാറും. പേരാവൂരിലെ ഒരു തീപാറുന്ന പോരിന് KK ശൈലജ വന്നാലും ഇല്ലെങ്കിലും സണ്ണി ജോസഫ് എന്തായാലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സര രംഗത്തുണ്ടാകും.